ബി.ജെ.പിയുടെ ഒരു ക്യാമ്പയിൻ ഉണ്ടായിരുന്നു 2014 രാഷ്ട്രീയ എതിരാളികളെ ഭയങ്കരമായി അധിക്ഷേപിക്കുന്ന ഒരു ക്യാമ്പയിൻ ഉണ്ടായിരുന്നു. അത് മുഖ്യമന്ത്രി അത് വിളിക്കി. കാരണം ബി.ജെ.പി അദ്ദേഹത്തെ കളിയാക്കി പരിഹസിച്ച് വിളിക്കുന്ന പേരാണ്. ഇപ്പൊ പിണറായി വിജയൻ മോഡിയുടെ തോളിൽ കൈയിട്ടിട്ട് രാഹുൽ ഗാന്ധി അത് വിളിക്കട്ടെ. അപ്പൊ കേരളത്തിലെ ജനങ്ങൾക്ക് മനസ്സിലാവുമല്ലോ അദ്ദേഹം ആരാണെന്ന്. അദ്ദേഹം മോഡിയുടെ മൗത്ത് പീസാണെന്ന് ഞാൻ പറഞ്ഞത് അതുകൊണ്ട് തന്നെയാണ്. മോഡിയുടെ മൗത്ത് പീസാണ്. അദ്ദേഹത്തിന്റെ ശത്രു രാഹുൽ ഗാന്ധിയും കോൺഗ്രസുമാണ്. ഞാൻ ഒറ്റ ചോദ്യം ചോദിക്കുന്നുള്ളൂ. ഈ ന്യൂനപക്ഷ വോട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ നാടകം മുഴുവൻ ഈ പിണറായി വിജയൻ 35 ദിവസമായിട്ട് കാണിക്കുന്നത്. അവരെന്താ പ്രബുദ്ധരായിട്ടുള്ള ആളുകളല്ലേ കേരളത്തിലെ ആളുകൾ? ഞാൻ ചോദിക്കുന്നു, വർഗീയ ഫാസിസ്റ്റ് ഭരണകൂടത്തെ താഴെ ഇറക്കാൻ വേണ്ടിയിട്ടുള്ള പൊളിറ്റിക്കൽ പ്ലാറ്റ്ഫോമാണ് ഇന്ത്യ മുന്നണി. ആ ഇന്ത്യ മുന്നണി മൈനസ് കോൺഗ്രസ്. എന്താണ് ആ ഇന്ത്യ മുന്നണി മൈനസ് കോൺഗ്രസ്? കോൺഗ്രസിലേക്ക് എന്ത് പൊളിറ്റിക്കൽ പ്ലാറ്റ്ഫോം, എന്ത് മുന്നണി? അതൊക്കെ മനസ്സിലാക്കാനുള്ള സാമാന്യ ബുദ്ധി കേരളത്തിലെ എല്ലാ രാജ്യത്തെ ജനങ്ങൾക്ക് മുഴുവനുണ്ട്. കോൺഗ്രസാണ് എല്ലാവരുടെയും പ്രതീക്ഷ. രാഹുൽ ഗാന്ധിയാണ് അവരുടെ ഹോപ്പ്. വിട്ടുവീഴ്ചയില്ലാത്ത പോരാടുന്ന ഒരാൾ. അപ്പൊ പറയണം, ബി.ജെ.പി ഏറ്റവും കൂടുതൽ രാജ്യത്ത് എല്ലായിടത്തും അധിക്ഷേപിക്കുന്നത് രാഹുൽ ഗാന്ധിയാണ്. എല്ലായിടത്തും ബി.ജെ.പിയുടെ കേന്ദ്രമന്ത്രിമാർ, നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ളവരെ എല്ലാവരും അധിക്ഷേപിക്കുന്നത്. അവരെ കടത്തിവെട്ടാനാണ് പിണറായി വിജയൻ ശ്രമിക്കുന്നത്. ഇപ്പോ മോഡിയുടെ ഇലക്ട്രൽ ബോണ്ടിലേക്ക്, ബി.ജെ.പിയുടെ ഇലക്ട്രൽ ബോണ്ടിലേക്ക് മേഗാ എഞ്ചിനീയറിംഗ് 600 കോടി രൂപ ഇട്ടു എന്ന് പോസ്റ്റിട്ട പാലോട് സ്വദേശിയെ മോഡിയുടെ സൽപ്പേരിന് കളങ്കം ചാർത്തി എന്ന് പറഞ്ഞ് കേസെടുത്ത ആളാണ് പിണറായി വിജയൻ. ഞാൻ 9 പരാതി കൊടുത്തിട്ടുണ്ട് DGPക്ക് എന്നെ അധിക്ഷേപിച്ചതിൽ. ഒറ്റ പരാതിയിൽ കേസെടുത്തിട്ടില്ല. ഇന്നലെ മുഖ്യമന്ത്രിയുടെ പോസ്റ്റ് താഴെ എന്റെ 20 വർഷം മുമ്പ് മരിച്ചുപോയ പിതാവിനെ വരെ അപമാനിച്ചുകൊണ്ടൊരു കമന്റ് ഇട്ടിട്ടുണ്ട്. ഒരു നടപടിയില്ലല്ലോ. മേഗാ എഞ്ചിനീയറിംഗ് കമ്പനിയിൽ നിന്ന് ബി.ജെ.പി സെക്യൂരിറ്റി ബോണ്ട്, ഇലക്ട്രൽ ബോണ്ട് മേടിച്ചെന്ന് ആർക്കും അറിയാൻ പാടില്ലാത്തത്? അതിട്ട ഒരാൾക്കെതിരായി മോഡിയുടെ സൽപ്പേരിന് കളങ്കം ചാർത്തിയെന്ന് പറഞ്ഞിട്ടേക്കണം. ഇന്നലെ ഷെമാ മുഹമ്മദിനെതിരായി കേസെടുത്ത് മോഡിയെ വിമർശിച്ചു എന്നതിന്റെ പേരിൽ. ഞങ്ങളെ ആരെയും വിമർശിച്ച ഒരു കുഴപ്പമില്ല, ഞങ്ങൾ വിമർശിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഇത് വളരെ മോശമായ അശ്ലീലമായ ഭാഷയിൽ എഴുതിയ കേസിൽ പോലും ഒരു കേസ് എടുത്തിട്ടില്ല. ഇന്നലെ നിങ്ങളൊന്ന് നോക്ക്, വായിച്ചു നോക്ക് എന്താ എന്നെ കുറിച്ച് ഇട്ടിരിക്കുന്നതെന്ന്. 20 വർഷം മുമ്പ് മരിച്ചുപോയ പിതാവിനെ കുറിച്ചാണ് എഴുതിയിരിക്കുന്നത്. കേസെടുക്കൂല. അപ്പൊ അത് മോഡിയെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. മോഡിയുടെ സൽപ്പേരിന് കളങ്കം ചാർത്തിയെന്ന്, ഇലക്ട്രൽ ബോണ്ടിൽ കാശ് മേടിച്ചത്. അപ്പൊ ഒന്നും വിമർശിക്കാൻ പാടില്ല, മോഡിയെ വിമർശിക്കാൻ പാടില്ല. ആ ഒരു രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്.